ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃത. ഇന്നത്തെ വീഡിയോ കൈവിരലുകൾ മടക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ചിലർക്ക് കൈവിരലുകൾ മടക്കിയാൽ അത് നിവർത്താൻ പറ്റാതെ വരാറുണ്ട്. അതുപോലെ വളരെ സ്റ്റിഫ്നെസ് അനുഭവപ്പെടാറുണ്ട്. ഇത് എന്തുകൊണ്ടാണ്, ഇത് എങ്ങനെയാണ് വരുന്നത്, ഇതിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ്, ഇതിനുള്ള എക്സസൈസ് എന്തൊക്കെയാണ്, ഹോം റെമഡി ആയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ എന്തൊക്കെ മരുന്നുകൾ ചെയ്യാം, ഇതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. വിരലുകൾ മടക്കിയാൽ അത് നിവർത്താൻ പറ്റാതെ വരാറുണ്ട്. ഇങ്ങനെയുള്ള കണ്ടീഷൻസിനെ ട്രിഗർ ഫിംഗർ എന്നാണ് പറയുക. ഈ ട്രിഗർ ഫിംഗർ മെയിനായിട്ട് വരുന്നത് നമ്മുടെ മോതിര വിരലിന്, അതുപോലെ മിഡിൽ ഫിംഗറിന്, പിന്നെ ചിലരിൽ തമ്പിനും കാണാറുണ്ട്. ഈ 3 വിരലിനാണ് കോമൺ ആയിട്ട് ഉണ്ടാവാറുള്ളത്. അതും 50 വയസ്സിന് മുകളിലേക്കുള്ളവർക്കാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടാറുള്ളത്. സ്ത്രീകളിലാണ് കൂടുതൽ ഇങ്ങനെ ട്രിഗർ ഫിംഗർ വന്ന് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതെന്താണെന്ന് നോക്കാം. ട്രിഗർ ഫിംഗർ എന്ന് പറയുന്നത് നമ്മുടെ ടെൻഡൻസ് എന്ന് പറയുന്നത് മസിലിനെയും അതുപോലെ ബോണിനെയും കണക്റ്റ് ചെയ്യുന്ന ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. അപ്പോൾ അത് ആ ടെൻഡൻസിന് കവർ ആയിട്ടുള്ള ടെൻഡൻ ഷീറ്റിന് എന്തെങ്കിലും ഇൻഫ്ലമേഷൻസ് വരുമ്പോഴാണ് ഇങ്ങനെ ട്രിഗർ ഫിംഗർ വരുന്നത്. ഈ ട്രിഗർ ഫിംഗർ വരാനുള്ള റീസൺ പല അസുഖങ്ങൾ കൊണ്ടും ചിലർക്ക് ട്രിഗർ ഫിംഗർ വരാം. അതിൽ ഒന്ന് ഡയബറ്റീസ് ഉള്ളവർക്കാണ്, അതുപോലെ തന്നെ റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് ഉള്ളവർക്ക് വരാം, അതുപോലെ നമ്മുടെ കാർപ്പൽ ടണൽ സിൻഡ്രം ഉള്ളവർക്ക് വരാം. ഞാൻ ഈ കാർപ്പൽ ടണൽ സിൻഡ്രത്തിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. ഇങ്ങനെയുള്ളവർക്കൊക്കെ ട്രിഗർ ഫിംഗർ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതല്ലാതെ വരുന്ന ട്രിഗർ ഫിംഗറും ഉണ്ട്. ഈ കാരണങ്ങളില്ലാത്തവർക്കും ട്രിഗർ ഫിംഗർ വരാറുണ്ട്. ഇനി ഇത് എന്തൊക്കെ സിംറ്റംസ് ആണ് കാണുന്നത്, കോമൺ ആയിട്ട് കാണുന്ന സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതെന്ന് പറയുന്നത്, നിങ്ങൾ വിരൽ മടക്കി കഴിഞ്ഞാൽ അത് നിവർത്താൻ പറ്റാതെ വരികയാണ്. അപ്പോൾ ഇങ്ങനെ നിവർത്താൻ വേണ്ടി നമുക്ക് മറ്റൊരു കൈയുടെ ഹെൽപ്പ് വേണ്ടി വരും. ചിലപ്പോൾ തനിയെ നിവർത്താൻ പറ്റാതെ വരും. അതുപോലെ തന്നെ ഇങ്ങനെ നിവർത്തുമ്പോൾ തന്നെ ചെറിയൊരു സൗണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. പിന്നെ വളരെ സ്റ്റിഫ്നെസ് അനുഭവപ്പെടും. രാവിലെയൊക്കെ എഴുന്നേൽക്കുമ്പോഴാണ് വേദന വളരെ കൂടുന്നത്. അതായത് നമ്മളിത് ഐഡിയലായിട്ട് നമ്മൾ കൈ കുറേ സമയം വെച്ച് കഴിഞ്ഞ് പിന്നെ എഴുന്നേൽക്കുമ്പോൾ ഈ വേദന കൂടാറുണ്ട്. അതും നിങ്ങൾക്ക് വളരെ പെയിൻ ആയിരിക്കും. അതുപോലെ ചിലർക്ക് നിവരും, പക്ഷെ വളരെ സ്റ്റിഫ്നെസ്സും വേദനയും അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനുള്ള മെയിൻ സിംറ്റംസ് എന്ന് പറയുന്നത്. പിന്നെ ഏത് വിരലിനാണോ വേദന അതിൻ്റെ താഴെയായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയ നോഡ്സ് കാണപ്പെടാറുണ്ട്. നിങ്ങൾക്ക് തന്നെ കൈകൊണ്ട് ടച്ച് ചെയ്യുമ്പോൾ അവിടെ ഒരു നോഡ് പോലെ കുറച്ചൊരു തടിപ്പ് തോന്നും. അത് ഏത് വിരലിനാണോ വേദന അതിൻ്റെ താഴെ ഭാഗത്ത്. അപ്പോൾ ഈ നോഡ്സും കാണാറുണ്ട്. ഇനി ഇതിന് മോഡേൺ മെഡിസിനിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള മരുന്നുകളാണ് കൊടുക്കാറുള്ളത്. ഇനി അതിൽ മാറിയില്ലെങ്കിൽ സർജറിയിലേക്ക് പോകാറാണ് പതിവ്. ഇനി നമുക്കിതിന് ആയുർവേദത്തിൽ എന്തൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ്സ് ഉള്ളത് നോക്കാം. മെയിനായിട്ട് സ്നേഹനം, ഉപനാഹം, അഗ്നികർമ്മം, ഇങ്ങനെയൊക്കെയാണ് ആയുർവേദത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്. അതുപോലെ തന്നെ ഉപനാഹം എന്ന് പറയുന്നത് മരുന്ന് വെച്ച് കെട്ടുന്നതാണ്. അഗ്നികർമ്മ എന്ന് പറയുന്നത് ഒരു സർജിക്കൽ പ്രൊസീജിയറാണ്. കോഡറൈസേഷൻ പോലെയുള്ള ഒരു സർജിക്കൽ പ്രൊസീജിയറാണ്. അപ്പോൾ വളരെ കൂടിയ കണ്ടീഷൻസ് ആണെങ്കിൽ, അതായത് നിങ്ങളുടെ വിരലിന് വളരെ നീർക്കെട്ടുണ്ട്, ചുമന്ന് തടിച്ച് കാണപ്പെടുന്നുണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറെ ഡയറക്റ്റ് കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. അഗ്നികർമ്മ പോലുള്ള പ്രൊസീജിയേഴ്സ് വേണ്ടിവരും. അതല്ലാതെ അകത്തേക്കുള്ള മരുന്നും ഈ സ്നേഹനം, ഉപനാഹം കൊണ്ട് തന്നെ അസുഖം മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തുടക്കമൊക്കെ ആണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇതിൽ ആദ്യത്തേത് ഓയിൽ മസാജാണ്. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മുറിവെണ്ണയും അതുപോലെ കർപ്പൂരാതി തൈലവും എടുക്കാവുന്നതാണ്. രണ്ടും ഈക്വൽ ക്വാണ്ടിറ്റി എടുത്തിട്ട് ചൂടുവെള്ളത്തിൽ ഒരു പാത്രത്തിൽ വെച്ച് ഇളം ചൂടാക്കി എടുക്കുക. അതിനുശേഷം മുഴുവൻ കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആ വിരലിന് മാത്രമല്ല, കൈ മുഴുവൻ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഒന്ന് ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്യുക എന്ന് പറയുമ്പോൾ വളരെ ജെൻറ്റിലായിട്ട് വേണം മസാജ് ചെയ്യാൻ. ഇപ്പോൾ കൈയുടെ ഉൾഭാഗത്ത് ഇതുപോലെ റൗണ്ടിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അതുപോലെ പിറകിലും അതുപോലെ ഒന്ന് റൗണ്ടായിട്ട് മസാജ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഒരു 10 മിനിറ്റോളം നിങ്ങൾക്ക് മസാജ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഏത് ഫിംഗറിനാണോ എഫക്റ്റഡ് ആയിട്ടുള്ളത് അതിൻ്റെ താഴെ, അതായത് ഈ ഫിംഗറിനാണെങ്കിൽ ഇതിൻ്റെ താഴെ ഭാഗത്ത് നിങ്ങൾക്ക് താഴോട്ട് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ഇങ്ങനെ 2 മസാജും കൂടെ ചെയ്തു കൊടുക്കാവുന്നതാണ്. ഇത് ഡെയിലി നിങ്ങൾക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇളം ചൂടുള്ള വെള്ളത്തിൽ ഉപ്പ് ഇട്ടതിന് ശേഷം കൈ ഒന്ന് മുക്കി വെക്കാവുന്നതാണ്. ഒരു 10 മിനിറ്റോളം ഇങ്ങനെ കൈ മുക്കി വെക്കുന്നതും പെയിന് വളരെ റിലീഫ് ഉണ്ടാക്കും. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഉപനാഹ, അതായത് മരുന്ന് വെച്ച് കെട്ടുവാണ്. ഇത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. അതിനുവേണ്ടി നിങ്ങൾക്ക് 3 കാര്യങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്. ഒന്ന് ശതകുപ്പ, അതുപോലെ മുതിര, പിന്നെ വേണ്ടത് എരിക്കിൻ്റെ ഇലയാണ്.
ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് വേണം. ശതകുപ്പയും മുതിരയും ചെറുതായിട്ടൊന്ന് വറുത്തതിന് ശേഷം വെറുതെ ഒരു പാനിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്യുക. അതിനുശേഷം പൊടിച്ചെടുക്കുക. ഇത് നിങ്ങൾക്ക് കുപ്പിയൊക്കെ അങ്ങാടിക്കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം അരിക്കാടിയുടെ വെള്ളത്തിൽ, അരിക്കാടി എന്ന് പറയുന്നത് അരി കഴുകി കളയുന്ന ആദ്യത്തെ വെള്ളം, ആ വെള്ളം എടുത്തിട്ട് കുറച്ച് വെള്ളം എടുക്കുക. അതിലോട്ട് 1 സ്പൂണോ അല്ലെങ്കിൽ 2 സ്പൂണോ ഈ പൊടി ചേർത്തതിന് ശേഷം ഒന്ന് കുറുക്കിയെടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഒന്ന് തണുക്കാൻ വെച്ചിട്ട് ഒരു ഇളം ചൂടോടുകൂടി അത് നിങ്ങളുടെ കയ്യിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് രാത്രി നിങ്ങൾ കിടക്കുന്നതിന് മുന്നായിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതിനുശേഷം എരിക്കിൻ്റെ ഇല എടുക്കുക. 2 എരിക്കിൻ്റെ ഇല വേണം. എരിക്കിൻ്റെ ഇല ഒന്ന് നന്നായിട്ട് വാട്ടിയെടുക്കുക. ഇതുപോലെ പാനിൽ വെച്ചിട്ട് നിങ്ങൾക്കൊന്ന് 2 ഭാഗവും മറിച്ചിട്ട് ഒന്ന് ചൂടാക്കി വാട്ടിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ആ പേസ്റ്റ് നമ്മൾ കൈ മുഴുവൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. 2 ഭാഗത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 2 ഭാഗത്തും എരിക്കിൻ്റെ ഇലകൾ വെക്കുക. വാട്ടിയെടുത്ത എരിക്കിൻ്റെ ഇല ഈ ഭാഗത്ത് ഇതുപോലെയും ഇതും ഈ ഭാഗത്തും 2 ഭാഗത്തും ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒരു തുണി കൊണ്ട് കെട്ടിവെക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് കൈ പിടിക്കണം. അതിനുശേഷം ഒന്ന് നല്ല ഒരു തുണി എടുത്തിട്ട് നന്നായി റാപ്പ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് രാവിലെ വരെ കിടക്കാവുന്നതാണ്. രാവിലെ എഴുന്നേറ്റിട്ട് ഇത് മാറ്റി കൊടുത്താൽ മതി. മാറ്റിയതിന് ശേഷം ക്ഷീരബല 101 ആവർത്തിച്ചത് നന്നായിട്ടൊന്ന് തടവി കൊടുക്കുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇതും പെയിന് വളരെ റിലീഫ് ഉണ്ടാക്കും. ഇത് നിങ്ങൾക്ക് ഒരാഴ്ച മുതൽ 2 ആഴ്ച വരെ ആകുമ്പോഴേക്ക് തന്നെ മാറ്റം അറിഞ്ഞു തുടങ്ങും. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. ഇത് നിങ്ങൾക്ക് വേറൊരാളുടെ ഹെൽപ്പ് ചിലപ്പോൾ വേണ്ടി വരും. ഇനി അടുത്തതെന്ന് പറയുന്നത് എക്സസൈസുകളാണ്. ഞാനൊരു 4 എക്സസൈസുകൾ കാണിച്ചു തരാം. ഇത് നിങ്ങൾക്ക് ഡെയിലി 2 മുതൽ 3 പ്രാവശ്യം വരെ ചെയ്യാവുന്നതാണ്. പറ്റുന്നവർക്ക് 3 പ്രാവശ്യം ചെയ്യുന്നത് നല്ലതായിരിക്കും. അതല്ല സമയമൊക്കെ ഇല്ലാത്തവർക്കാണെങ്കിൽ രാവിലെയും വൈകിട്ടും വേണ്ടി ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഇത് നിങ്ങൾ ഈ എക്സസൈസുകൾ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ ക്ഷീരബല 101 ആവർത്തിച്ചത് കൈകളിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ എക്സസൈസുകൾ ചെയ്യാം. അപ്പോൾ ആ 4 എക്സസൈസുകൾ ഞാൻ കാണിക്കാം. ഒന്നാമത്തേന്ന് പറയുന്നത് കൈകൾ സിമ്പിളായി ഇതുപോലെ പിടിക്കാം. പിന്നെ അതിനുശേഷം ഇങ്ങനെ മടക്കി കൊടുക്കാം. വളരെ മെല്ലെ, വളരെ ബലമൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വളരെ മെല്ലെ ഇങ്ങനെ മടക്കി കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ 10 പ്രാവശ്യം ഒരു തവണ ചെയ്യുമ്പോൾ ചെയ്യാം. ഇനി അടുത്തൊരു എക്സസൈസ് എന്ന് പറയുന്നത് തമ്പ് ഇതുപോലെ പിടിച്ചതിന് ശേഷം ഈ വിരലുകൾ ഇതുപോലെ മടക്കി കൊടുക്കാം. ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെയും നിങ്ങൾക്ക് 10 പ്രാവശ്യം ചെയ്യാവുന്നതാണ്. ഇതും നിങ്ങൾക്ക് 2 മുതൽ 3 തവണ വരെ ചെയ്യാവുന്നതാണ്. പിന്നെയുള്ള ഒരു എക്സസൈസ് എന്ന് പറയുന്നത് തമ്പ് ഇവിടെ വെച്ചതിന് ശേഷം ഓരോ വിരലിൻ്റെയും അറ്റത്ത് വെക്കുക. അതിനുശേഷം താഴോട്ട് ഇതുപോലെ വലിച്ചു കൊടുക്കുക. ഓരോ വിരലിനും ഇതുപോലെ വെക്കുക. പിന്നെ താഴോട്ട് വലിച്ചു കൊടുക്കുക. ഇങ്ങനെ വെക്കാം, വലിച്ചു കൊടുക്കാം. ഇതുപോലെയും നിങ്ങൾക്ക് 10 മുതൽ 15 തവണ വരെ ചെയ്യാം. ഓരോ എക്സസൈസും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ 2 to 3 തവണ ഒരു ദിവസം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്ത 4ാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് കൈ ഇതുപോലെ വെച്ചിട്ട് പിറകിലോട്ടൊന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ റിലീസ് ചെയ്യുക. വീണ്ടും ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ റിലീസ് ചെയ്യുക. ഇതും കൂടെ ഈ 4 എക്സസൈസുകൾ നിങ്ങൾ ചെയ്യാം. ഇതിന് ശേഷം ഈ മസാജ് ചെയ്ത് നിങ്ങൾ എണ്ണയുണ്ടല്ലോ അത് നിങ്ങൾക്ക് ഒരു ഇളം ചൂടുവെള്ളത്തിൽ കഴുകിക്കളയാവുന്നതാണ്. അപ്പോൾ അല്ലെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉപ്പിട്ടിട്ട് അതിൽ കുറച്ച് സമയം മുക്കി വെച്ചിട്ട് കഴുകിക്കളയാവുന്നതാണ്. വളരെ എഫക്റ്റീവാണ്. നിങ്ങൾക്കിത് ഒരു 2 ആഴ്ച വരെ ചെയ്യുമ്പോൾ തന്നെ നല്ല മാറ്റം അല്ലെങ്കിൽ മുഴുവനായിട്ട് മാറുന്നതാണ്. ഈ 3 കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് വളരെ എഫക്റ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസ്, കുറേ നാളായിട്ടുള്ള കണ്ടീഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ നീർക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കണ്ടിട്ട് ഇൻറ്റേർണൽ മെഡിസിൻസ് കൂടെ എടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക്